السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، أشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلنا من قبلك من رسول إلا نوحي إليه أنه لا إله إلا أنا فاعبدون. ബഹുമാന്യരായ കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെയും പോഷക സംഘടനകളുടെയും നേതാക്കളെ, കർമ്മോത്സുകരായ പ്രവർത്തകരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖികളാവാൻ സർവശക്തൻ നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ഈ ഒരുമിച്ചുകൂടൽ പരലോകത്ത് ഉപകരിക്കുന്ന സൽക്കർമ്മമായി പടച്ച റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ. രാവിലെ 9 മണി മുതൽ ആരംഭിച്ച ഈ മഹാസമ്മേളനം അതിൻ്റെ അവസാന ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. സാധാരണ ഒരു സമ്മേളനത്തിൻ്റെ സമാപന സമ്മേളനത്തിൽ പ്രസംഗിക്കുക എന്നത് വളരെ ആവേശകരമായ ഒരു കാര്യമാണ്. പക്ഷേ രാവിലെ മുതലേ വന്നു ചേർന്ന സഹോദരിമാരുടെ, സ്ത്രീകളുടെ, അവരുടെ സമ്മേളനത്തിൻ്റെ ഈ അവസാനത്തെ സമയം എന്ന് പറയുമ്പോൾ ഒരുപാട് ആശങ്കകളുള്ള സമയമാണ്. ഞാൻ സാധാരണ ഒരു ഉദാഹരണമായിട്ട് പറയാറുണ്ട്. സ്കൂളിലൊക്കെ 7ാം പീരീഡ് അധ്യാപകനില്ല, അതുകൊണ്ട് നേരത്തെ വീട്ടിലേക്ക് പോകാമെന്നിങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പോൾ കണക്കിൻ്റെ മാഷ് ഒരു പുസ്തകമൊക്കെ ആയിട്ട് കണക്കെടുക്കാൻ വരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്നത് സന്തോഷമല്ലേ, ഭയങ്കര സന്തോഷം. അയാളങ്ങോട്ട് കിട്ടിയാലും കിട്ടും ഞെരിഞ്ഞില്ലേ, അതേ സന്തോഷത്തിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എനിക്ക് ശരിക്കും അറിയാം, വീട്ടിൽ കുട്ടികളുണ്ട്, കുടുംബക്കാരുണ്ട്, വീട്ടുകാരുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട്. എങ്കിലും ഒരു സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ പറയാനുള്ളത് തൗഹീദാണല്ലോ. അപ്പോൾ ആ തൗഹീദ് ഒരിത്തിരി നേരം, അരമണിക്കൂർ ഇൻഷാ അല്ലാഹ് 5 മണിക്കപ്പുറത്തേക്ക് എന്നെ കേട്ടിരിക്കേണ്ടി വരികയില്ല എന്ന ഉറപ്പോടുകൂടി തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ, പ്രസക്തമായ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പറയാൻ എനിക്കും കേൾക്കാൻ നിങ്ങൾക്കും ജീവിതത്തിൽ പകർത്താൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമുക്കറിയാമല്ലോ, അള്ളാഹു സുബ്ഹാനഹു തആല ഈ ലോകത്തിലേക്ക് എപ്പോഴാണ് പ്രവാചകന്മാരെ പറഞ്ഞയച്ചത്? എന്തിനാണ് പ്രവാചകന്മാരെ പറഞ്ഞയച്ചത്? എന്താണ് പ്രവാചകന്മാർ ഈ ലോകത്ത് നിർവഹിച്ചത്? ഈ 3 ചോദ്യത്തിൻ്റെ ഉത്തരമറിയാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? എന്തിനാണ് അല്ലാഹു തആല പ്രവാചകന്മാരെ പറഞ്ഞയച്ചത്? എപ്പോഴാണ് അല്ലാഹു തആല പ്രവാചകന്മാരെ പറഞ്ഞയച്ചത്? എന്താണ് പ്രവാചകന്മാർ ഈ ലോകത്ത് നിർവഹിച്ച ദൗത്യം? ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരമറിയാത്ത ഒരാൾ പോലും നമ്മുടെ ഈ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല എന്നത് സത്യമാണ്. ഞാൻ ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ എനിക്കറിയില്ല കേട്ടോ, എന്നിട്ട് എന്താ ഉസ്താദ് ഇങ്ങനെ പറയണേ, നിങ്ങൾക്കും അറിയാം. ഞാനത് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ പറയാ അത് എനിക്കറിയായിരുന്നു നിങ്ങൾ പറയും. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു തആല എപ്പോഴാണ് പ്രവാചകന്മാരെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്? ആ ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ കൃത്യമാണ്. ഓരോ കാലഘട്ടത്തിലെയും ജനങ്ങൾ പലതരത്തിലുള്ള അധാർമിക പ്രവർത്തനങ്ങളിൽ ഏറെ മുഴുകിപ്പോവുകയും സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും ഒരു വിലയുമില്ലാത്ത വിധം നാടും സമൂഹവും മുഴുവനും
തിന്മയിൽ മുങ്ങിപ്പോകുന്ന ഒരു കാലത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നാട്ടിലേക്ക് പ്രവാചകന്മാരെ പറഞ്ഞയക്കാറ്. ഒന്നാമത്തെ പ്രവാചകൻ നമുക്കറിയാം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം ആദ്യത്തെ പ്രവാചകനായി വന്നത് ആരാണ്? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം 10 നൂറ്റാണ്ട് അഥവാ 10 തലമുറകൾക്ക് ശേഷമാണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകനായി വന്നത്. ഈ 10 തലമുറകളുടെ പ്രത്യേകത എന്താ പറയുക? ഈ 10 തലമുറകളും തൗഹീദിലായിരുന്നു, യഥാർത്ഥമായ ഇസ്ലാമിന്റെ പാതയിലായിരുന്നു ആദമിന് ശേഷമുള്ള 10 തലമുറ. എന്നാൽ ആ തലമുറയിൽ ആദ്യമായി ശിർക്കും അതിനുശേഷം മറ്റു അനാശാസ്യമായ പ്രവർത്തനങ്ങളും സമൂഹത്തിൽ വ്യാപിച്ചപ്പോൾ അല്ലാഹു തആല അവർക്കിടയിലേക്ക് പ്രബോധനത്തിന് വേണ്ടി നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറഞ്ഞയച്ചു. നമുക്കെല്ലാവർക്കും അറിയുന്ന ചരിത്രമാണ്. അങ്ങനെ ഓരോ പ്രവാചകന്മാരും എപ്പോഴാണ് ലോകത്ത് വന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം കൃത്യമാണ്. ആ പ്രവാചകന്മാർ വന്ന സമൂഹം അവർ ഏറ്റവും അധസ്ഥിതരായ ഒരു സമൂഹമായി മാറിയപ്പോഴാണ് അല്ലാഹു അവരിലേക്ക് പ്രവാചകന്മാരെ പറഞ്ഞയച്ചത്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഈ ഉത്തരം എല്ലാവരും കിട്ടൂലേ? എപ്പോഴാ പ്രവാചകന്മാർ വന്നത്? ഓരോരോ കാലഘട്ടത്തിലെ ജനങ്ങൾ തിന്മയിൽ മുങ്ങിപ്പോയ കാലത്താണ് അല്ലാഹു തആല ആ സമൂഹത്തിലേക്ക് പ്രവാചകന്മാരെ പറഞ്ഞയച്ചത്. ഇപ്പൊ നമ്മുടെയൊക്കെ നാട്ടിലെ സ്വവർഗരതി അതൊരു വലിയല്ലേ, ആണും പെണ്ണും തമ്മിൽ അങ്ങനെ അവർ ഒന്നിച്ച് ജീവിക്കുന്ന ഒരു വൃത്തികെട്ട ആശയത്തെക്കുറിച്ച് നമ്മുടെ നാട്ടിലൊക്കെ കൃത്യമായ ചർച്ചകൾ നടക്കുകയും അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ വലിയ വലിയ വാഗ്വാദങ്ങളൊക്കെ നടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതിപ്പോ ലോകത്ത് വരുന്ന പുതിയൊരു സംഗതിയാണല്ലോ. ആണോ? ഇതൊരു പുതിയ സംഗതിയാണോ ലോകത്ത്? ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല ഈ ലോകത്തേക്ക് അയച്ച ആ സമൂഹത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? ആ സമൂഹം സ്വവർഗരതി ജീവിതത്തിന്റെ ഭാഗമായി കണ്ട ഒരു സമൂഹമായിരുന്നു. കല്യാണം കഴിച്ച് കുടുംബമായിട്ട് ആണും പെണ്ണും ജീവിക്കുക എന്നത് ആ സമൂഹത്തിൽ മോശപ്പെട്ട ഒരു സംഗതിയായിരുന്നു. അവരുടെ വിശ്വാസം, അവരുടെ സംസ്കാരം ആണും പെണ്ണും തമ്മിൽ ജീവിക്കലായിരുന്നു. അഥവാ ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്ന് നമ്മൾ പറയുന്ന ഈ വൃത്തികേടുകൾ ഉണ്ടല്ലോ, ഈ വൃത്തികേടുകളൊന്നും ഈ സമൂഹത്തിൽ ആദ്യമായിട്ട് ഉണ്ടാവുമല്ല, ഇതൊക്കെ പുതിയതായിട്ട് ഉണ്ടാവുമല്ല. ഇതൊക്കെ ഒരു കാലത്ത് ഇതിനേക്കാൾ ഭീകരമായ രൂപത്തിൽ ഈ ലോകത്ത് നിലനിന്നിരുന്ന തിന്മകളാണ്. അങ്ങനെ ഓരോരോ തിന്മകൾ നിലനിൽക്കുന്ന കാലത്ത് അല്ലാഹു തആല ആ സമൂഹത്തിലേക്ക് പ്രവാചകന്മാരെ പറഞ്ഞയച്ചു. തീർന്നില്ലല്ലോ. ഇപ്പൊ ഞാൻ 2 ആഴ്ച മുമ്പ് ഒരു വാർത്ത വായിച്ചത്, ഒരു ചെറിയ ജലാശയം, ഒരു ഒഴുകുന്ന ചെറിയൊരു തോട്, ആ തോടിൽ നിന്ന് ഇങ്ങനെ ദുർഗന്ധം കേട്ടപ്പോ സമീപവാസികളൊക്കെ പരിശോധിച്ചപ്പോ ഒരു തുണിയിൽ പൊതിഞ്ഞ ഒരു കുട്ടിയുടെ ശരീരം കിട്ടി. ഒരു പെൺകുട്ടിയുടെ ശരീരം മരിച്ചിട്ടുണ്ട്. പ്രസവിച്ച ഉടനെ തുണിയിൽ കെട്ടി ആരോ ആ നദിയിൽ, ആ തോട്ടിൽ ഒഴിവാക്കിയത് എന്നാണ് ആദ്യത്തെ നിഗമനം. അങ്ങനെ പോലീസ് അന്വേഷിച്ചു, പ്രതിയെ കിട്ടി. പാപം ഒരു പെൺകുട്ടിയാണ് ജനിച്ചത് എന്നറിയപ്പോ നേരെ കൃത്യമായിട്ട് ബാപ്പ ഏതൊന്നും അറിയാത്ത ഒരു കുട്ടിയായതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ പോറ്റൽ എനിക്കൊരു പ്രയാസമാകുമെന്ന് കണ്ടപ്പോ ആ കുട്ടിയുടെ ഉമ്മ ആ കുട്ടിയെ ആ പുഴയിൽ ഒഴിവാക്കിയതാണ്. അതിനെതിരെ ഭയങ്കര സാമൂഹ്യ വിമർശനമുണ്ടായി. പോലീസ് കേസെടുത്തു. അതതിന്റെ വഴിക്ക് പോകുന്നുണ്ട്. പക്ഷേ പെൺകുട്ടികളായാൽ ആ പെൺകുട്ടികളെ കൊന്നുകളയുക എന്നത് ഒരു സമൂഹത്തിന്റെ അഭിമാനത്തിന്റെ അടയാളമായി കണ്ട ഒരു കാലഘട്ടം ലോകത്ത് മുമ്പുണ്ടായിരുന്നോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലത്ത്, ജാഹിലിയ കാലത്തെ ആളുകളെ കുറിച്ച് ഖുർആൻ എന്താ പറഞ്ഞത്? അവർക്ക് പിറന്ന കുട്ടി പെണ്ണാണെന്നറിഞ്ഞാൽ പിതാവിന്റെ മുഖം അത് അപമാനഭാരത്താൽ മുഖം കറുത്തു പോകുന്ന, എന്നിട്ട് ആ കുട്ടിയെ കുഴിച്ചു മൂടിയിട്ടാണ് അയാൾ അഭിമാനമുള്ളവനായി മാറുക. അഥവാ പെൺകുട്ടികളെ കൊന്നുകളയുക, കുഴിച്ചു മൂടുക എന്നത് ഒരു സംസ്കാരമായി കണ്ട ഒരു കാലഘട്ട ലോകത്ത് മുമ്പുണ്ടായിരുന്നു. അപ്പോ നമ്മളൊക്കെ എപ്പോഴും പറയും, എന്താലേ ഇങ്ങനെ പോയ എന്താ കാട്ടുക, എന്തൊക്കെയാ നടക്കണേ, ഓരോ ഭാഗത്ത് എന്തൊക്കെയാ കേൾക്കുന്നത്, എന്തൊക്കെയാ സംഭവിക്കണേ. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇതൊന്നും ഈ ലോകത്ത് ഒന്നാമത്തെ സംഗതികളല്ല. ഇതിനു മുമ്പും ലോകത്ത് ഇതുപോലുള്ളതോ ഇതിനേക്കാൾ ഭീകരമായതോ ആയ തിന്മകൾ ലോകത്തിന്റെ പല ഭാഗത്ത് മുമ്പുണ്ടായിട്ടുണ്ട്. എന്നിട്ടോ അന്നൊക്കെ ആ തിന്മകളുടെ ആധിക്യമുള്ള കാലത്ത് അല്ലാഹു അവരിലേക്ക് പ്രവാചകന്മാരെ പറഞ്ഞയച്ചു. എല്ലാ നാട്ടിലേക്കും പ്രവാചകന്മാരെ പറഞ്ഞയച്ചു. പ്രവാചകന്മാർ വന്നിട്ടില്ലാത്ത ഒരു ജനപദവും ഈ ലോകത്ത് ജീവിച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആനാണ് നമ്മളെ ബോധ്യപ്പെടുത്തിയത്. ഭൂമിയുടെ ഏതൊക്കെ ഭാഗത്ത് മനുഷ്യന്റെ വാസമുണ്ടായിട്ടുണ്ടോ ആ പ്രദേശങ്ങളിലൊക്കെ പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. ആ നാട്ടിലെ ജനങ്ങളെ പ്രവാചകന്മാർ സംസ്കരിച്ചിട്ടുണ്ട്. അപ്പോ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കൃത്യമായി കിട്ടി. എപ്പോഴാണ് പ്രവാചകന്മാർ വന്നത്? രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരവും കിട്ടി.
എന്തിനാണ് പ്രവാചകന്മാർ വന്നത്? എന്തിനാ പ്രവാചകന്മാർ വന്ന്? എല്ലാവർക്കും വീടുണ്ടാക്കി കൊടുക്കാനാ? എല്ലാവർക്കും വിദ്യാഭ്യാസം ഉണ്ടാക്കി കൊടുക്കാനാ? എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാനാ? എന്തിനായിരുന്നു പ്രവാചകന്മാർ വന്നത്? ഒരു രാജ്യമുണ്ടാക്കി ആ രാജ്യത്തിന്റെ ഭരണാധികാരം സ്ഥാപിക്കാനാ? എന്തിനാ പ്രവാചകന്മാർ വന്നത്? പ്രവാചകന്മാർ വന്നത് ആ ജനതയിലുള്ള തിന്മകൾ ഏതാണോ ആ തിന്മയിൽ നിന്ന് ആ ജനസമൂഹത്തെ സംസ്കരിക്കുക. നമ്മൾ പറയാറുണ്ടേ, മുജാഹിദ് പ്രസ്ഥാനം പ്രവാചകന്മാർ ചെയ്ത ദൗത്യം നിർവഹിക്കുന്ന പ്രസ്ഥാനമാണ്. ചില ആൾക്കാരൊക്കെ പറയാണ്ട്, മുജാഹിദുകളെ നിങ്ങൾ എത്ര കാലമായി പ്രബോധനം തുടങ്ങിയിട്ട്? നിങ്ങൾക്ക് ഇപ്പോൾ സ്വന്തമായിട്ട് മെഡിക്കൽ കോളേജ് ഉണ്ടോ? നിങ്ങൾക്ക് സ്വന്തമായിട്ട് ലോ കോളേജ് ഉണ്ടോ? നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബിസിനസ് കോംപ്ലക്സുകളുണ്ടോ? കുറച്ച് പള്ളികളും മദ്രസകളും യത്തീംഖാനകളും അറബി കോളേജും അല്ലാതെ അവകാശപ്പെടാൻ മാത്രം എന്തെങ്കിലും വലിയ സ്ഥാപനങ്ങളുണ്ടോ? ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ട്, ഞങ്ങൾക്ക് എയർപോർട്ട് ഉണ്ട്, ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജ് ഉണ്ട്, ഞങ്ങൾക്ക് ലോ കോളേജ് ഉണ്ട്, ഞങ്ങൾക്ക് ആനുണ്ട് ചേനുണ്ട്. നിങ്ങൾ എന്താ ഇപ്പോഴും ഇങ്ങനെ ഈ ശിർക്കും തൗഹീദും പറഞ്ഞിരിക്കുകയല്ലാതെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്താ ഉള്ളതെന്ന് ചില ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ പടച്ചോനെ പറഞ്ഞത് ശരിയാണല്ലോ, 924 ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 2024 സ്വന്തമായിട്ട് ഒരു മെഡിക്കൽ കോളേജ് പോലും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലല്ലോ, അതെന്താ അങ്ങനെ നിങ്ങൾ ചോദിക്കാറില്ലേ? മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടായത് മെഡിക്കൽ കോളേജ് ഉണ്ടാക്കാനോ ലോ കോളേജ് ഉണ്ടാക്കാനോ ബിസിനസ് കോംപ്ലക്സുകൾ ഉണ്ടാക്കാനോ ഒന്നുമല്ല. മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടായത് അവർക്ക് ജനങ്ങൾ വിശ്വാസത്തിലും ധാർമ്മികതയിലും തകർന്നു പോയ ഒരു തലത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി അവരെ സുതാര്യമായ ജീവിതത്തിലേക്ക് പറഞ്ഞയക്കുക. ഞാൻ ഉദാഹരണം പറയാം, നിങ്ങൾക്ക് മനസ്സിലാവും. ഒരിടത്ത് ആളുകളൊക്കെ, ഒരു ഗ്രാമത്തിലെ ആളുകൾ ഒരു കുളിക്കാൻ വേണ്ടി ഒരു കുളം ഉപയോഗിക്കുന്നുണ്ട്. ആ കുളം ആകെ കലങ്ങി ആകെപ്പാടെ വൃത്തികെട്ട് ചളി നിറഞ്ഞ ഒരു കുള. പക്ഷെ ജനങ്ങളൊക്കെ ആ കുളത്തിലാണ് കുളിക്കുന്നതും അലക്കുന്നതും കുടിക്കുന്നതൊക്കെ. അവിടുന്ന് ഒരു 2 കിലോമീറ്റർ മുന്നോട്ട് പോയാൽ തെളിഞ്ഞ ഒരു ജലാശയമുണ്ട്. ആ ജലാശയത്തെ ആരും കണ്ടിട്ടില്ല, അവിടേക്കാരും പോകുന്നില്ല. അപ്പോ മുജാഹിദുകളായ ആളുകൾ ആ നാട്ടിലെ ജനങ്ങളോട് പറയാണ്, ജനങ്ങളെ, ഈ കലങ്ങിയ വെള്ളത്തിനപ്പുറം ഒരിത്തിരി മുന്നോട്ട് പോയാൽ തെളിഞ്ഞ ഒരു വലിയ ജലാശയമുണ്ട്, നിങ്ങൾ അവിടെ പോയിട്ട് കുളിച്ചോളൂ, കുടിച്ചോളൂ, ജീവിച്ചോളൂ. പക്ഷെ ജനങ്ങൾ കേൾക്കുന്നില്ലേ? അങ്ങനെയൊന്നില്ല. അതുപോലെ വെറുതെ പറയാണ്, അങ്ങനെയൊന്നില്ല. ആ ചളി തന്നെയാണ് അവർ. കുറച്ച് ആൾക്കാരൊക്കെ കയറി ലേശം മുന്നോട്ട് പോയപ്പോഴാണ് ഈ തെളിഞ്ഞ ജലാശയം കണ്ടത്. തെളിഞ്ഞ ജലാശയം കണ്ടപ്പോൾ അവർക്ക് തോന്നിയ ഇവിടെ തെളിഞ്ഞ വെള്ളം ഉണ്ടല്ലോ, അവിടെ കിണർ കുത്തിയാൽ ഇവിടെ കിണർ കുത്തിയാലൊക്കെ പുതിയ പുതിയ വെള്ളം കിട്ടുമല്ലോ. അവരൊക്കെ സ്വന്തമായിട്ട് കുളവും കിണറുകളും ഉണ്ടാക്കി സ്വന്തമായ ജലാശയങ്ങളായിട്ട് അങ്ങനെ പോവുക. പക്ഷെ നമുക്ക് പോകണമെങ്കിൽ ഈ ചളിന്ന് അവസാനത്തെ ആളെയും കയറ്റിയിട്ട് വേണ്ടേ നമുക്ക് വിട്ടുപോകാൻ? നമുക്കും പോകാം, നമുക്ക് പോയിട്ട് വലിയ വലിയ ആശയങ്ങൾ ഉണ്ടാക്കാം. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന ഈ ചെളിയിൽ മുങ്ങിക്കിടക്കുന്ന സത്യം എന്താണെന്നറിയാത്ത അള്ളാഹുവേ എന്ന് വിളിക്കേണ്ടതിന് പകരം അള്ളാഹുവിന്റെ ദുർബലരായ സൃഷ്ടികളെ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്ന ഒരു ജനപദം ഇവിടെ ഉള്ളിടത്തോളം കാലം അവരെ വിട്ട്, തൗഹീദ് വിട്ട്, ശിർക്ക് വിട്ട് എങ്ങനെ സഹോദരന്മാരെ നമുക്ക് പോകാൻ പറ്റും? എവിടേക്കാണ് നമുക്ക് പോകാനുള്ളത്? അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനം അഭിമാനത്തോടു കൂടി പറയും, മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഷിർക്കിന്റെ ആ ചെളിക്കുണ്ടിൽ നിന്ന് അവസാനത്തെ മനുഷ്യനെയും രക്ഷപ്പെടുത്തിയെടുക്കുക എന്ന ഉത്തരവാദിത്വം ജീവിതത്തിന്റെ ദൗത്യമായി സ്വീകരിച്ച പ്രവാചകന്മാർ ലോകത്ത് നിർവഹിച്ച യുഗധർമ്മമുണ്ടല്ലോ, ആ ധർമ്മം ഏറ്റെടുത്ത ഒരു പ്രസ്ഥാനം എന്നുള്ള നിലക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിന് ഭൗതികമായ സുഖ സൗകര്യങ്ങളെക്കാളേറെ ജനങ്ങൾ വന്ന് പതിച്ചുകൊണ്ടിരിക്കുന്ന തിന്മയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുക എന്ന ദൗത്യമാണ് നിർവഹിക്കാനുള്ളത്. പ്രവാചകന്മാർ നിർവഹിച്ച ദൗത്യം അതായിരുന്നു. അവർ നിർവഹിച്ചത് നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അക്രമത്തിന്റെ, മർദ്ദനത്തിന്റെ, പീഡനത്തിന്റെ കൊടുമ്പിരി കൊള്ളുന്ന സമയത്താണ് മക്കയിലെ മുശ്രിക്കുകളായ ചില ആൾക്കാർ പറഞ്ഞത്, മുഹമ്മദേ, നീയും നമുക്ക് തമ്മിലൊരു സന്ധി ആയാലോ? എന്താ സന്ധി? നീ ഞങ്ങളെ ദൈവങ്ങളെ ആരാധിക്കൊന്നും വേണ്ട, പക്ഷേ ഞങ്ങളുടെ ദൈവങ്ങളെ കാണുമ്പോൾ എന്ത് പറയാ, ഒന്ന് അഭിവാദ്യം ചെയ്യുക, ഒന്ന് ബഹുമാനിക്കുന്നത് പോലെ ചെയ്യുക, അത്ര മതി. എന്നാൽ തന്നെ ഞങ്ങൾ നിന്നെ വെറുതെ വിട്ടോളാം. പക്ഷേ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ എന്താണ് അവിടെ പ്രവാചകൻ സ്വീകരിക്കേണ്ട നിലപാട് എന്ന് കൃത്യമായിട്ട് പഠിപ്പിച്ചില്ലേ? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ എന്നങ്ങനെ പറഞ്ഞിട്ട് അല്ലാഹു തആല അവസാനിപ്പിച്ചത് ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾ നിങ്ങളുടെ മതപ്രകാരം ജീവിച്ചോളൂ, ഞാൻ എൻ്റെ മതപ്രകാരം ജീവിച്ചുകൊള്ളാം. അഥവാ മതങ്ങൾ തമ്മിൽ കൃത്യമായ അതിർവരമ്പുകളുണ്ട്. ആ വരമ്പുകൾ മനസ്സിലാക്കി എന്താണ് യഥാർത്ഥമായ ദീൻ എന്ന് മനസ്സിലാക്കി ജീവിക്കേണ്ടവനാണ് ഒരു മുസ്ലിം എന്നുള്ള നിലക്ക്. ആ ദീൻ എന്താണ് എന്ന്, അതിന്റെ വിശ്വാസം എന്താണ്, അതിന്റെ കർമ്മങ്ങൾ എന്താണ്, അത് കൃത്യമായിട്ട് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇതായിരുന്നു പ്രവാചകന്മാർ നിർവഹിച്ച ദൗത്യം. മൂന്നാമത്തെ ചോദ്യം എന്താ അറിയോ? പ്രവാചകന്മാർ ഈ ദൗത്യം എങ്ങനെയാണ് ജനങ്ങൾക്കിടയിൽ നിർവഹിച്ചത്? അതായത് ഈ തിന്മകളുടെ, അരുതായ്മകളുടെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാവുന്ന ഒരു കാലത്ത്
ആ കാലഘട്ടത്തിലെ ജനങ്ങളെ എങ്ങനെയാണ് പ്രവാചകന്മാർ സംസ്കരിച്ചത്? അധികാരം കൊണ്ടായിരുന്നോ? സമ്പത്ത് കൊണ്ടായിരുന്നോ? പ്രവാചകന്മാരുടെ പിന്നിൽ വലിയ ജനപിന്തുണയുണ്ടായിരുന്നോ? പ്രവാചകന്മാർക്ക് വലിയ തറവാടിന്റെ പിന്തുണയുണ്ടായിരുന്നോ? എന്തായിരുന്നു പ്രവാചകന്മാരുടെ കയ്യിലെ ആയുധം? ഈ ജനങ്ങളെ, പരശതമാളുകളെ, തിന്മകളിൽ മുങ്ങിക്കുളിച്ച് ജീവിച്ചിരുന്ന ഈ ജനതയെ എങ്ങനെയാണ് പ്രവാചകന്മാർ സംസ്കരിച്ച് നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുവന്നത്? ഞാൻ എല്ലാ പ്രവാചകന്മാരെയും മാറ്റിവെച്ച് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ജീവിതത്തിലേക്ക് മാത്രം വരികയാണ്. ജാഹിലിയ കാലഘട്ടം എന്ന നന്മയുടെ പ്രകാശത്തിന്റെ ഒരു കിരണം പോലും കാണാനില്ലാത്ത, പൂർണ്ണമായും അന്ധകാരത്തിൽ കുളിച്ചു കടന്നിരുന്ന ഒരു ജനസമൂഹത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 കൊല്ലം, അതിൽ 13 കൊല്ലം പീഡനത്തിന്റെ കാലമായിരുന്നു. ശേഷമുള്ള 10 കൊല്ലം, ആ 10 കൊല്ലം കൊണ്ടാണ് ലോകത്ത് ഒരു ജനനായകനും ഒരു വിപ്ലവകാരിക്കും ഒരു നവോത്ഥാന നായകനും സാധിക്കാത്ത വിധം ഒരു നാട്ടിൽ മുഴുവനും സംസ്കാരത്തിന്റെ, സംസ്കൃതിയുടെ, നവോത്ഥാനത്തിന്റെ കൊടുങ്കാറ്റൊടിച്ചു വിടാൻ പ്രവാചകൻ എങ്ങനെയാ കഴിഞ്ഞത്? പ്രവാചകൻ വലിയ പണക്കാരനായിരുന്നു? അല്ലല്ലോ. യതീമായിട്ട് വളർന്ന് മക്കയിലെ മലഞ്ചെരുവിലൂടെ ആടുകളെ മേച്ച് ഉപജീവനം തേടി അവസാനം കച്ചവടത്തിൽ കൂലി കച്ചവടക്കാരനായി ജോലി ചെയ്ത് അതുകൊണ്ട് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് തന്റെ പശിയടക്കാൻ പ്രയാസപ്പെടുന്ന ആ പ്രവാചകൻ എങ്ങനെയാണ് ഒരു നാടിന്റെ, ഇപ്പൊ ഞാൻ നിങ്ങളെ കൂട്ടത്തിൽ ഒരാളെ നിങ്ങളുടെ ശാഖയുടെ MGM-ന്റെ സെക്രട്ടറി ആക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾ എന്താ പറയാ? ആ ഉസ്താദേ, എന്നെ കൊണ്ടാവൂലട്ടോ, എനിക്ക് കഴിയില്ല. ഒക്കെ നിങ്ങൾ ലോകത്തിന്റെ പ്രവാചകൻ കണ്ടിട്ടില്ല ആ ലോകത്തിന്റെ വ്യാപ്തി. ലോകം വിശാലമാണ്, നമ്മൾ കണ്ടുകൊണ്ട ലോകം ഈ കാലത്ത്. പക്ഷേ ആ ലോകത്തിന്റെ പ്രവാചകനായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തആല നിശ്ചയിക്കുമ്പോൾ ഈ ലോകത്ത് പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടാൻ ആ പ്രവാചകന് കരുത്തായിട്ട് എന്താണ് അല്ലാഹു തആല പ്രവാചകന് കൊടുത്ത ആയുധം? എന്തായിരുന്നു പ്രവാചകന്റെ കയ്യിൽ ആയുധം? അധികാരത്തിന്റെ ദണ്ടുപയോഗിച്ചാണോ? തോക്കും വാളും ഉപയോഗിച്ചാണോ? എന്തുപയോഗിച്ചാണ് പ്രവാചകൻ കള്ളു കുടിച്ചിരുന്ന, വ്യഭിചരിച്ചിരുന്ന, തോന്നിയാസം ചെയ്തിരുന്ന, അടിമത്തമുണ്ടായിരുന്ന, കയ്യൂക്കുള്ളവൻ കാര്യക്കാരനായിരുന്ന, ഒരു നന്മയുമില്ലാതിരുന്ന, മുഴുവൻ തിന്മകളും ഉണ്ടായിരുന്ന ആ ജനപദത്തിൽ കേവലം 10 കൊല്ലം കൊണ്ട് എന്ത് അത്ഭുതമാണ് പ്രവാചകൻ കാണിച്ചത്? നമ്മളൊക്കെ ഈ ഇരിക്കുന്ന നമുക്കൊക്കെ ചിലപ്പോൾ തോന്നാറില്ലേ, നന്നാവണം എന്ന് വിചാരിച്ചിട്ട് എനിക്കെന്താ പടച്ചോനെ നന്നാവാൻ പറ്റാത്ത, അങ്ങനെ സങ്കടപ്പെടുന്ന കുറെ ആൾക്കാർ ഈ കൂട്ടത്തിലില്ലേ? നന്നാവണം നമുക്ക് ആഗ്രഹമുണ്ട്, എങ്ങനെയാ നന്നാവും നമുക്കറിയാം, പക്ഷെ നന്നാവാൻ പറ്റണില്ല. എന്താ എനിക്ക് നന്നാവാനാവാത്ത? ഒരു ചോദ്യം. 2, എൻ്റെ മോള് ഞാൻ എങ്ങനെയൊക്കെ വളർത്തിയതാ, ചെറുപ്പത്തിൽ ഖുർആനൊക്കെ മനപ്പാടാക്കി നിസ്കാരത്തിന് ഇക്കാമത്ത് കൊടുക്കുമ്പോഴേക്ക് പള്ളിയിൽ പോയി നിസ്കരിച്ചിരുന്ന കുട്ടിയാണ്. 10-22 വയസ്സായപ്പോൾ നിസ്കാരമില്ല, നോമ്പുമില്ല. എങ്ങനെയാ പടച്ചോനെ ഞാൻ എൻ്റെ മക്കളെ ഒന്ന് നന്നാക്കുക എന്ന് വേവലാതിപ്പെടുന്ന രക്ഷിതാക്കളില്ലേ? ഭർത്താക്കന്മാരെ കുറിച്ച് സങ്കടപ്പെടുന്ന ഭാര്യമാരില്ലേ ഈ കൂട്ടത്തിൽ? നിങ്ങളുടെ ഭർത്താക്കന്മാരിൽ ചിലരെങ്കിലും നിങ്ങളെ കുറിച്ച് ആവലാതിപ്പെടാറില്ലേ? കുടുംബത്തെക്കുറിച്ച്, അയൽവാസികളെ കുറിച്ച് നമ്മൾ പലപ്പോഴും ഉത്കണ്ഠപ്പെടാറില്ലേ? എന്താ അവരൊന്നും നന്നാവാത്തതെന്ന്? എന്താ നന്നാവാനുള്ള മാർഗം അറിയോ? നന്നാക്കാനുള്ള മാർഗം. അപ്പൊ ചില ആൾക്കാർ പറയും, ഉസ്താദേ കൗൺസിലിങ്ങിന് പറ്റി ആരാളുള്ളത്? എന്തേ എൻ്റെ കുട്ടിൻ്റെ കീശീനെ കഴിഞ്ഞ ആഴ്ച ഒരു കവറ് കിട്ടി, അപകടമാണ്, ഉറക്കം വരുന്നില്ല, പേടിയാണ്, ആരാ ഉസ്താദെ ഒന്ന് കൗൺസിലിംഗ് ചെയ്യാണ്ടാവുക? അല്ലെങ്കിൽ എൻ്റെ മോള് കഴിഞ്ഞ ആഴ്ച ഒരുത്തൻ്റെ കൂടെ ബൈക്കിൽ പോയി എന്ന് ഓളെ കൂട്ടുകാരി പറഞ്ഞു, ആകപ്പാടെ പേടിയാവുണ്ട് ഉസ്താദെ, ഓരോ വർത്താനങ്ങൾ കേൾക്കല്ലേ, എന്താ മാർഗം? നിങ്ങൾ കൗൺസിലിംഗ് ചെയ്യാറുണ്ടോ? അങ്ങനെ ജനങ്ങളൊക്കെ ഇപ്പൊ കൗൺസിലിംഗ് ആണ് പരിഹാരം എന്നിടത്തേക്ക് എത്തി നിൽക്കുന്ന വല്ലാത്ത ഒരു കാലാണ് പ്രിയപ്പെട്ടവരെ. ഈ ലോകത്തെ ഉണ്ടാക്കിയ പടച്ച തമ്പുരാൻ, ഈ ലോകത്ത് മനുഷ്യനെ സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ, മനുഷ്യന്റെ ഭാവിയിൽ മനുഷ്യൻ എന്തൊക്കെ ചെയ്യുമെന്ന് കൃത്യമായിട്ട് ധാരണയുള്ള പടച്ച തമ്പുരാൻ, ആ മനുഷ്യനെ നന്നാക്കാൻ ഈ ലോകത്തേക്ക് കൊടുത്തയച്ച ഒരു ആയുധമുണ്ട്, ഒരു മരുന്നുണ്ട്, ഒരു സൂത്രവാക്യമുണ്ട്. അതെന്താ നിങ്ങള്? അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിന്റെ, പ്രവാചകൻ എന്താണ് പ്രബോധനം ചെയ്തത് എന്ന് പഠിപ്പിക്കുന്ന സൂറത്തുൽ ജുമുഅയുടെ 2-ാമത്തെ ആയത്ത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പക്ഷേ ആയത്ത് മനപ്പാടേക്കാരം. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരുട്ടിന്റെ തമോഗർത്തത്തിലായിരുന്ന ആ ജനതക്ക് റസൂലുള്ളാഹി യത്ലു അലൈഹിം ആയാതി, അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതിക്കൊടുത്തു.
വയുസക്കീഹിം, ആ ആയത്തുകളിലൂടെ അവരെ സംസ്കരിച്ചു. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, ഖുർആനും അതിന്റെ വിശദീകരണവും ആ പ്രവാചകൻ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. വൈൻകാനു മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, അവർ മുമ്പ് ഏറെ ദുഷിച്ച ഒരു സമൂഹമായിരുന്നു. ആ സമൂഹത്തെ പരിവർത്തനത്തിന്റെ കൊടുമുടിയിലേക്ക് പ്രവാചകൻ കൊണ്ടുപോയത് വിശുദ്ധ ഖുർആൻ ഓതിക്കൊടുത്തു, അതിലൂടെ സംസ്കരിച്ചു, അതവരെ പഠിപ്പിച്ചു, അതിന്റെ വിശദീകരണം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അഥവാ ലോകത്ത് ഇക്കണ്ട ലോകത്തിലെ കോടിക്കണക്കിന് മനുഷ്യരെ ഈ സംസ്കാരത്തിലേക്ക് കൊണ്ടുവന്ന ആ വിശുദ്ധ ഖുർആൻ, പ്രിയപ്പെട്ടവരെ, ആ വിശുദ്ധ ഖുർആനിൽ എന്ത് അത്ഭുതമാണുള്ളത്! എന്താണ് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന സംസ്കാരത്തിന്റെ മരുന്ന് എന്താണ് എന്ന് കൂടി മനസ്സിലാക്കണം. അപ്പോഴാണ് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് വരുന്നത്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചത് വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. ഈ ലോകത്ത് ഏത് കാലഘട്ടത്തിലാവട്ടെ, ഏത് നാട്ടിലാവട്ടെ, ഏത് സമൂഹമാവട്ടെ, ഏത് തിന്മയാവട്ടെ, ആ തിന്മയെ മാറ്റാൻ ആ സമൂഹത്തിലേക്ക് വന്ന പ്രവാചകന്മാർക്ക് അല്ലാഹു നൽകിയ ആയുധം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആയുധമാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ആ പ്രവാചകന്മാർ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ജനങ്ങൾ പഠിച്ചത്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ജനങ്ങളുടെ മനസ്സിനെ മാറ്റിയത്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് പരിവർത്തനത്തിന്റെ കൊടുമുടിയിലേക്ക് ആടുകളെ മേക്കാൻ മാത്രം അറിഞ്ഞിരുന്ന അറേബ്യയിലെ അപരിഷ്കൃതരായ മനുഷ്യന്മാരെ ആളുകളെ മേക്കുന്ന ലോകത്തിന്റെ നേതാക്കന്മാരാക്കി മാറ്റിയത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അപ്പൊ നമുക്കൊരു സംശയം, അതെന്താപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ അതിനും മാത്രം ശക്തിയുള്ള എന്ത് മാന്ത്രികമായ വാക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? കേട്ടോളി, അതിന്റെ ആശയം ശരിക്കും മനസ്സിലാവണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഹദീസ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച നസായി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഭാഷയിൽ ഞാൻ അങ്ങനെ ഹദീസ് വായിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖാല മൂസ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, അള്ളാഹുവിനോടാ പറയുന്നത് കേട്ടോ, യാ റബ്ബി അല്ലിംനി ഷൈഅൻ അദ്ഖുറുക ബി വഅദ്ഉക ബിഹി. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ആരാണ് കോടീശ്വരന്മാരാവാൻ പൂതില്ലാത്ത ആൾക്കാർ? ആരായി കൂട്ടത്തിലുള്ളത്? എനിക്കും ഒരു കോടീശ്വരനാണ്, പുറത്തു പറയില്ലെങ്കിൽ എനിക്കൊന്നും മാണ്ടട്ടോ, ഇപ്പൊ ഉള്ളതും കൊണ്ടൊക്കെ ജീവിച്ചാൽ മതി കേട്ടോ എന്ന് പുറത്തു പറയെങ്കിലും മനസ്സിന്റെ ഉള്ളിൽ 10 റുപ്യ കിട്ടിയാൽ അത് കോളാണ് എന്ന് വിചാരിക്കാത്ത ആൾക്കാർ ആരുണ്ടാവില്ലല്ലോ. നമ്മളൊക്കെ അതിസമ്പന്നരാവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാ. അങ്ങനെ ആയിട്ടില്ലെങ്കിലും ആഗ്രഹമൊക്കെ മനസ്സിലുണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്കൊരു സൂത്രവാക്യം പറഞ്ഞു തരാം. നിങ്ങൾക്കും കോടീശ്വരനാവാം. ഇത് TV-യിലെ ഒരു പരിപാടിയൊന്നല്ല, ആൾക്കാരെ പറ്റിക്കുന്ന ഏർപ്പാടുമല്ല. നിങ്ങൾക്കും ഒരു കോടീശ്വരനാവാം. ആ കോടീശ്വരനാവാൻ ഞാൻ ഈ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കണേ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് പറയണേ, യാ റബ്ബി അല്ലിംനി ഷൈഅൻ അദ്ഖുറുക ബി വഅദ്ഉക ബി. അല്ലാഹുവേ നിന്നോട് പ്രാർത്ഥിക്കാനും നിന്നെ ഓർക്കാനും പറ്റുന്ന ഒരു വാചകം എനിക്ക് പഠിപ്പിച്ചു കൊണ്ട് റബ്ബേ. ആ വാചകത്തിലൂടെ എനിക്ക് നിന്നെ ഓർക്കാനും അതേപോലെ നിന്നെ പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റണം. അതിന് പറ്റിയൊരു വാചകം എനിക്ക് പറഞ്ഞുകൊണ്ട് റബ്ബേ. അപ്പോ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, യാ മൂസാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മൂസേ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോ. നീ പറഞ്ഞ 2 ആവശ്യത്തിനും ലാ ഇലാഹ ഇല്ലല്ലാഹ് മതി. അപ്പൊ മൂസാ നബി വീണ്ടും അല്ലാഹുവേ ഖാല യാ റബ്ബി കുല്ലു ഇബാദിക യഖൂലു ഹാദാ. പടച്ചോനെ എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ടേ, എനിക്ക് മാത്രം പറയാൻ പറ്റുന്ന ഒരു വാക്കാ റബ്ബേ നിന്നോട് ചോദിച്ചത്. ഇതെല്ലാവരും പറയുന്നല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്? അപ്പോഴും അല്ല പറഞ്ഞു, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മൂസേ ലാ ഇലാഹ ഇല്ലല്ലാഹ് മതിയാകും, അത് പറഞ്ഞോ. പക്ഷേ അപ്പോൾ മൂസാ നബി പറഞ്ഞു, ഇന്നമാ ഉരീദു ഷൈഅൻ തഖുസ്സുനി ബിഹി. പടച്ചോനെ എനിക്ക് മാത്രം, വേറെ ആരും ആ വാക്ക് പറഞ്ഞിട്ടില്ല, എനിക്ക് മാത്രം പറയാൻ പറ്റുന്ന സ്പെഷ്യലായ ഒരു വാചകമാണ് റബ്ബേ നിന്നോട് ചോദിക്കുന്നത്. അപ്പൊ അല്ലാഹു തആല പറയാണ്, യാ മൂസ നിനക്ക് വല്ല കഥ അറിയോ? നിനക്ക് വല്ല കഥയും അറിയോ? എന്നിട്ട് പറയാണ്, യാ മൂസ, ഹേ മൂസ, ലൗ അന്ന അഖില സമാവാതി സബ്അ വഅറാളീന സബ്അ ഫീ കഫത്തിൻ വലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ കഫത്തിൻ മാലത് ബിഹിം ലാ ഇലാഹ ഇല്ലല്ലാഹ്. മൂസേ, ഈ പ്രപഞ്ചം
അതുപോലത്തെ 7 പ്രപഞ്ചം, അതുപോലത്തെ ഭൂമി, അതും അതിലുള്ള സകല വസ്തുക്കളും ഒരു കയ്യിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മറു കയ്യിലും വെച്ചാൽ മൂസേ ഭാരം കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഭാഗം താഴ്ന്നു പോകും മൂസേ. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇപ്പൊ എന്താ പറഞ്ഞേ? ഞാൻ ചോദിച്ചില്ല അങ്ങോട്ട് കോടീശ്വരനാവണ്ടേ? എന്താ കോടീശ്വരനാവാൻ മാർഗം? ലോകത്തിലെ കോടീശ്വരന്മാർ ആരൊക്കെ? ആമസോൺ മുതൽ ഫ്ലിപ്കാർട്ട് മുതൽ ലോകത്തിലെ കോടീശ്വരന്മാർ, ടാറ്റ, ബിർള, ലാലാജി, അംബാനി, അദാനി, നമ്മുടെ ഇന്ത്യയിലെ കോടീശ്വരന്മാർ മുതൽ നമ്മുടെ ലുലുവിന്റെ ബഹുമാനപ്പെട്ട MA യൂസുഫ് അലി സാഹിബ് തുടങ്ങി അങ്ങനെ ലോകത്തിലെ സകലമാന കോടീശ്വരന്മാരും അവരുടെ അടുത്തുള്ള സകല സ്വത്തും ബില്യൺ 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 കണക്കിന് ഡോളറുകൾ, അതിന്റെ ഇരട്ടി 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 ഒരു ഭാഗത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആത്മാർത്ഥമായ ഒരു വാക്ക് മനസ്സിന്റെ ഉള്ളിൽ കൊത്തിവെക്കാൻ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളാണ് ഭൂമിയിലെ കോടീശ്വരൻ. മനസ്സിലായോ? കോടീശ്വരനാവാനുള്ള മാർഗം തീർന്നില്ല. നിങ്ങൾക്കറിയോ, ഇവിടെ ഇപ്പൊ ഈ പള്ളുരുത്തിയിൽ 1 സെന്റ് ഭൂമിക്ക് എന്താ വില? റിയൽ എസ്റ്റേറ്റ് കാലാലുണ്ടോ? അവിടെ ഓല ഭാര്യമാരായാലും ഉണ്ടായാലും മതി, ഉണ്ടാവില്ല. എന്താ ഒരു 10 ലക്ഷം കൂട്ടിക്കോ, 10 ലക്ഷം കിട്ടൂല എന്നൊക്കെ പറയായിക്കോട്ടെ, 10 ലക്ഷം റുപ്യ 1 സെന്റിന് വില. ഇവിടെ 10 സെന്റ് സ്ഥലം വാങ്ങണമെങ്കിൽ അപ്പൊ 10 × 10 1 കോടി റുപ്യ വേണം 10 സെന്റ് സ്ഥലം വാങ്ങാൻ. അപ്പൊ പള്ളുരുത്തിയിലെ നിങ്ങൾക്കൊരു ആഗ്രഹമല്ലേ 1 ഏക്കർ സ്ഥലം ഇവിടെ പള്ളുരുത്തിയിൽ ഉണ്ടാവുക പറഞ്ഞാൽ എന്തേക്കാരം വലിയ ആഗ്രഹമല്ലേ? നിങ്ങൾക്കറിയോ ഈ സ്വർഗത്തിലെ ഭൂമിന്റെ വില എത്ര? നിങ്ങൾക്കറിയോ സ്വർഗത്തിലെ സെന്റിന് എത്രക്കാരം വില? ഒന്ന് കണക്കിട്ടോ കണി. ഇവിടെ ഞാൻ ഭൂമി വാങ്ങിയാൽ, ഇപ്പൊ ഞാൻ ഇവിടെ പള്ളുരുത്തിയിൽ 10 സെന്റ് സ്ഥലം വാങ്ങിയാൽ ആ സ്ഥലം എത്ര കൊല്ലം എൻ്റെ പേരിലുണ്ടാവും? ഞാൻ മരിക്കോളൻ്റെ പേരിലാണെന്ന് വിചാരിച്ചോ, എന്നാൽ തന്നെ ഇപ്പം എനിക്ക് എത്ര വയസ്സാണ്? 52 വയസ്സായി. ഇനിയിപ്പോൾ ഞാനൊരു 100 കൊല്ലം ജീവിച്ചു, എൻ്റെ ആഗ്രഹമാണ്, നടക്കൊന്നുമില്ല. 100 കൊല്ലം ജീവിക്കുകയാണെങ്കിൽ തന്നെ എൻ്റെ മുമ്പിൽ ഞാൻ നാളെ ഒരു പേടിപ്പെടുത്തുന്ന കണക്ക് നോക്കിയേ. എന്താ അറിയോ? 75 കൊല്ലം ഒരാള് ഈ ലോകത്ത് ജീവിക്കുക. 75 കൊല്ലം എന്ന് പറഞ്ഞാൽ ഭയങ്കരല്ലേ? നിങ്ങൾ ഈ 75 കൊല്ലത്തിനൊന്ന് ദിവസമാക്കി നോക്കേണ്ടി. 365 കൊണ്ട് 75 കുടിച്ചോ. ഇപ്പം കുണിക്കേണ്ട, പരിപ്പായിട്ട് കുണിച്ചാൽ മതി. എത്രയുണ്ട് നിങ്ങൾ? 25,000 ദിവസമാണ്. 75 കൊല്ലം ഈ ലോകത്ത് ജീവിക്കുന്ന ഒരാള് ഈ ലോകത്ത് ജീവിക്കുന്നത് 25,000 ദിവസമാണെന്ന്. അത്രയേ ഉള്ളൂ. ഞാനിങ്ങനെ കണക്കൂട്ടിയേ, പടച്ചോനെ ഇപ്പം എത്രയായി? ഇപ്പം 52 കൊല്ലം കഴിഞ്ഞ് ഇനി ബാക്കി എത്രയുള്ളു? ഇനിയൊരു 10, 18, 19, 10, 20 കൊല്ലം മാക്സിമം. അപ്പം 20 കൊല്ലം എന്ന് പറഞ്ഞാൽ എത്ര ദിവസം അറിയോ? ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ 365 ദിവസമല്ലേ? 10 കൊല്ലം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3650 ദിവസമാണ്. 20 കൊല്ലം എന്ന് പറഞ്ഞാൽ എത്ര? നിങ്ങൾ 7200 ദിവസം. അതായത് ഇനി ഞാൻ എന്ന് പറഞ്ഞ ഞാൻ ഒരു 20 കൊല്ലം കൂടി ഈ ലോകത്ത് ജീവിക്കുകയാണെങ്കിൽ എനിക്ക് അള്ളാഹു നിശ്ചയിച്ച ആയുസിന്റെ ദിവസം എത്രയാണ്? 7000 ദിവസം. 7000 ദിവസം കഴിഞ്ഞാൽ ഷാക്കിർ മുണ്ടേരി എന്നൊരാളെ പറിച്ച് നിങ്ങൾ എന്താ പറയാറോ? പണ്ടുണ്ടായിരുന്നു സമ്മേളനത്തിന് പേരും ഭയങ്കര ഒച്ച മൂപ്പർക്ക്. ഇപ്പം അങ്ങനത്തെ ഒച്ചുള്ള ആൾക്കാരൊന്നും ഇല്ല എന്ന് വയസ്സായ ഞങ്ങള് അന്നത്തെ കുട്ടികളോട് പറയുന്നല്ലാതെ ഇന്റെ ഒരടയാളോ ലോകത്തുണ്ടാവൂല. അത്രേ ഉള്ളൂ. നമ്മൾ പറയും നിന്റെ വീടാണ്, നിന്റെ കാറാണ്, നിന്റേതാണ്, എന്റേത്, ആരത്, ഇതൊക്കെ ഇട്ടുകാണ്ട് എപ്പോഴാ പോകുക? ഇപ്പൊ ഇവിടെ വന്നിരുന്നപ്പോഴേ ഈ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്ന എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരാൾ പറയാണ് ഓഡിറ്റോറിയം ഫുള്ളാ. അവർക്ക് തോന്നുകയാണ് എനിക്കൊന്ന് മൂത്രമൊഴിച്ച് വരണം. എന്ത് ചെയ്തു? ഒരു ബാഗ് ആ കസേരയിൽ വെച്ചിട്ട് പറഞ്ഞു, നിന്റെ കസേര കേട്ടോ, ഞാൻ അപ്പം തിരിച്ചു വരുമ്പോൾ എനിക്കെന്നെ വേണം കേട്ടോ. അടുത്ത ആളോട് 10 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ആ കസേരയിൽ വേറൊരാൾ ഇരിക്കുന്നുണ്ട്. അയാൾ എണീറ്റ് അത് ഇന്റെ കസേരയാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇന്റെ കസേരയാണ്. ആ കസേരയിൽ നമ്മൾ ഇരുന്ന് 5 മണിക്ക് യോഗം തീർന്നപ്പോൾ കസേരയും കൊണ്ട് പോയോ? ഇല്ല, കസാര വെച്ച ആള് പോയി. നാളെ ഇവിടെ വേറെ ആള് വരും. അപ്പൊ അയാൾ പറയും അത് ഇന്റെ കസാരയാണ്. നാളെ വൈകുന്നേരം അയാൾ പോകും. മറ്റന്നാ വേറൊരാൾ പറയും, അയാൾ പറയും ഇന്റെ കസാരയാണ്. കൂട്ടരെ, നമ്മളെ 10 സെന്റ് ഇന്നലെ ആരുതേനി, മിഞ്ഞാന്ന് ആരുതായിരുന്നു, നാളെ ആരുതേക്കാരം, മറ്റന്നാ ആരുതേക്കാരം, വല്ല പിടിങ്ങൊക്കെ ഉണ്ടോ? വെറുതെ നമ്മൾതാണെന്ന് പറഞ്ഞിപ്പോൾ ഈ ചെറിയ കുട്ടികളൊക്കെ ചില നമ്മളെ സ്കൂളിലൊക്കെ വന്നിട്ട് ചെറിയ ടോയ്സിനും വേണ്ടി നഴ്സറി കുട്ടികൾ അടി കൂടും. അത് ഇൻ്റെതാണ് സാറേ, ഇത് ഇൻ്റെതാ സാറേ. രണ്ടാളും അടിച്ച് പിരിഞ്ഞ് കരഞ്ഞ് തലയൊക്കെ പൊട്ടി നൊലോഴിച്ച് ബെഞ്ചുമ പോയിരുന്ന് 4 മണിക്ക് ബെല്ലടിക്കുമ്പോൾ രണ്ടാളും പോവും. ടോയ്സ് അവിടെ തന്നെ. പിറ്റേന്ന് വേറെ കുട്ടി വന്നിട്ട് ആ ടോയ്സ് എടുക്കും. ആ പോകാൻ പറയും ഇത് ഇൻ്റെതാണ്. അത്രേ ഉള്ളൂ ഈ ദുന്യാവിലൊക്കെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 10 സെന്റ് ഇവിടെ വാങ്ങിയാൽ ആ 10 സെന്റിൽ ഇന്റെ ഉടമസ്ഥാവകാശം കുറച്ചു കാലമുള്ളൂ. എന്നാ സ്വർഗം അങ്ങനെയല്ലല്ലോ. ആ സ്വർഗത്തിൽ ഒരു തരി ഭൂമി എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കാലാകാലത്തേക്കാ. മരണമില്ലാത്ത
മാറ്റമില്ലാത്ത കാലത്തേക്കാ. അതുകൊണ്ട് ഭൂമിക്ക് ഭയങ്കര വില സ്വർഗത്തിൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിലെ ഭൂമിയുടെ വില പറഞ്ഞത് എങ്ങനെയാ പറഞ്ഞാൽ നിങ്ങൾ, ഈ ഭൂമിയിലെ സകല സ്വത്തും കോടീശ്വരന്മാരും പാവപ്പെട്ടവരും എല്ലാവരും സ്വത്തും പാടെ കൂട്ടിയിട്ടേ ഒരു ചാക്കിൽ കെട്ടിയിട്ട് ഭൂമിയിൽ സ്വർഗം വാങ്ങാൻ ചെന്നാലേ അല്ലാഹു തആല പറയത്രേ, എന്താ പറഞ്ഞാലോ, ഒരു ചാട്ടവാറ്, നിങ്ങൾ ചാട്ടവാറ് കണ്ടുകണോ? ചാട്ടവാറ് സാധനം കണ്ടുകണോ? ഒരു വടി ഉണ്ടാകും, ആ വടിൻ്റെ തലക്ക് ഒരു കയറുണ്ടാകും. പുതിയ തലമുറ ചാട്ടവാറ് കണ്ടക്കൂല, ചിത്രകഥയിലൊക്കെ കണ്ടെങ്കിലുള്ളൂ. ഇപ്പം ആരും ചിത്രകഥയും വായിക്കാറില്ലല്ലോ. ഇത്ര വലിപ്പമുള്ളൊരു വടി, ആ വടിൻ്റെ തലക്കെ കട്ടിലൊരു കയറ്, ആ വടി ഉപയോഗിച്ച് ആ കയറ് കൊണ്ട് ഇങ്ങനെ അടിക്കും. അതാണ് ചാട്ടവാറ്. ഒരു ചാട്ടവാറ് ഇത്ര വലിപ്പം ഉണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, ഒരു ചാട്ടവാറ് ചാരി വെക്കാൻ സ്വർഗത്തിലുള്ള സ്ഥലം, അതിന് എത്ര സ്ഥലം വേണം? ഒരു വിരലിൻ്റെ വലിപ്പം പോരെ ഒരു ചാട്ടവാറ് ചാരി വെക്കാൻ. ആ ചാട്ടവാറ് ചാരി വെക്കാൻ സ്വർഗത്തിൽ ഒരു ഇടം കിട്ടാൻ ഭൂമിയിലെ സകല സ്വത്തും കൊടുത്താൽ കിട്ടൂല എന്ന് പറഞ്ഞേ. ഈ ഭൂമിയിലെ പള്ളുരുത്തിയിലെ, എറണാകുളം ടൗണിലെ, എറണാകുളം ജില്ലയിലെ, കേരളത്തിലെ, ഇന്ത്യയിലെ, ഏഷ്യയിലെ, ഭൂമി ലോകത്ത്, ഈ പ്രപഞ്ചത്തിലെ സകല സ്വത്തും കൂട്ടിച്ചെന്നാലും സ്വർഗത്തിലെ ഒരു ചാട്ടവാറ് ചാരി വെക്കാനുള്ള സ്ഥലം വാങ്ങാൻ ആ പണം തികയില്ല. എന്നാ കേട്ടോളി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയണേ, എന്താ പറഞ്ഞാൽ, മൻകാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. മൻകാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ഭൂമിയിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിന്റെ സ്പന്ദനം നിലച്ച് അവസാനത്തെ ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് ആ ശ്വാസം പുറത്തേക്ക് വരാതെ നമ്മുടെ കണ്ണുകൾ പുറത്തേക്ക് തുറിച്ച് ആ ശരീരം നിശ്ചലമാകുന്ന അവസാന സമയത്ത് ഈ നാവുകൾ അവസാനമായി ചലിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഒരു വാക്കിനാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ കോടീശ്വരനായി. ഏത് കോടീശ്വരൻ? ഈ ലോകത്തിലെ നക്കാപ്പിച്ച ഡോളറുകളല്ല, ബില്യൺ ഡോളറല്ല, വിലമതിക്കാനാവാത്ത സ്വർഗത്തിന്റെ അവകാശിയായ കോടീശ്വരനായി. ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഈ ലോകത്ത് എന്തായാലും കോടീശ്വരനാവാൻ പറ്റിയിട്ടില്ല. എന്നാൽ പടച്ചോന്റെ ലോകത്തെങ്കിലും നാളെ പരലോകത്തെങ്കിലും എനിക്ക് കോടീശ്വരനായി അനശ്വരമായ സ്വർഗത്തിന്റെ അവകാശിയായി ജീവിക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടാവണമെങ്കിൽ ഈ ഭൂമിയിൽ ഒരു സമ്പത്ത് നമ്മൾ നേടിയെടുക്കണം. ഏതാണ് ആ സമ്പത്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ നമ്മൾ പറയുന്നൊരു വാക്കുണ്ട്, ആർക്കാ ഉസ്താദെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയാത്തത്? നമ്മൾ ചെറിയ കുട്ടിയായപ്പോ നമ്മുടെ ഉമ്മ തൊട്ടിൽ കിടത്തി നമ്മളെ ആട്ടിയപ്പോൾ, നമ്മളമ്മ എന്ന് പറഞ്ഞാൽ 980കളിലോ 90കളിലോ ഒക്കെ ജനിച്ച കുട്ടികൾക്ക് ആ ഭാഗ്യം ഉണ്ടായിട്ടുള്ളൂ. പിന്നുണ്ടായ അമ്മാരൊക്കെ പാട്ടുമേറി ഓടണ്ട ഓടണ്ട അല്ലേ, ഓടിക്കാക്കെ പറഞ്ഞ് വേറെ വേറെ പാട്ടാ. ഇപ്പോഴത്തെ പാട്ട് വേറെ വേറെ പാട്ടാണ്. ഇപ്പോഴത്തെ പാട്ട് ഉമ്മമാർ പാടാൻ പഠിച്ചിട്ട് മൊബൈലിൽ പാട്ടാക്കിയിട്ട് അത് തൊട്ടിയിൽ കുട്ടിൻ്റെ എത്തി വെച്ചുകൊടുക്കല. കുട്ടി ആ പാട്ട് കേട്ട് അപ്പോൾ ഉറങ്ങും. ഉമ്മ എന്താ പറഞ്ഞറിയോ? കുട്ടിക്ക് ആ പാട്ട് ഇഷ്ടമായിട്ടല്ല, അതിൻ്റെ കൊട്ടക പാടം കേട്ട് കുട്ടി ബോധം കെട്ട് ഉറങ്ങിയതാണ്. ആജാദി എന്തൊക്കെയാ ഇല്ലുമിനട്ടിയൊക്കെ പാടിയാൽ കുട്ടിയൊക്കെ ആകെപ്പാടം കെട്ട് ഇടങ്ങേറായിട്ടുണ്ടാകല്ലേ. അപ്പം എന്തായാലും നമ്മൾ ഇപ്പോൾ ഒരു 40-50 വയസ്സായ ആൾക്കാർക്ക് ഒരു ഭാഗ്യം ഉണ്ടായിക്കണ്. എന്താണ് ആ ഭാഗ്യം? നമ്മളമ്മമാർ പാടാനറിയില്ലെങ്കിലും എടറിയ ശബ്ദമാണെങ്കിലും തൊട്ടിങ്ങനെ ആട്ടിയപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു അത് കേട്ടുകൊണ്ടാണ് നമ്മൾ വളർന്നത്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അന്ന് മുതൽ കേൾക്കാൻ തുടങ്ങിയിട്ട് ഇനിയിപ്പോൾ എന്താ പുതിയൊരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിങ്ങൾ ചോദിക്കുന്നില്ലേ? എന്നാ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം മനസ്സിലാക്കിക്കോളി. എന്തുകൊണ്ടാണ് എനിക്കിപ്പോഴും നന്നാവാൻ പറ്റാത്തത് എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഒരൊറ്റ ഉത്തരമാണ്, എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലായിട്ടില്ല. എന്തുകൊണ്ടാണ് അവനിപ്പോഴും നന്നാവാൻ പറ്റാത്തത് എന്ന് നമുക്ക് സംശയമുണ്ടെങ്കിൽ ഒരൊറ്റ ഉത്തരമുള്ളൂ, അവന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലായിട്ടില്ല. എന്തുകൊണ്ടാണ് അവർക്കിപ്പോഴും നന്നാവാൻ പറ്റാത്തത് എന്ന് സംശയിക്കുന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലായിട്ടില്ല. ഇപ്പൊ നമ്മുടെ കുടുംബത്തിൽ ഇപ്പൊ നിങ്ങൾ സ്ത്രീകള് ഇപ്പോൾ ഈ പുതിയ കാലത്തൊക്കെ ഈ 14 കല്യാണം കഴിഞ്ഞ് 25-26 വയസ്സുള്ള പെൺകുട്ടികൾ ഇടക്കിടക്ക് ആരുടെ കയ്യിൽ നിന്നൊക്കെ നമ്പറൊക്കെ തപ്പിയെടുത്തിട്ട് വിളിക്കും, ഉസ്താദ് നിങ്ങൾ ഉസ്താദല്ലേ? അതെ ഞാൻ ഉസ്താദാണ്. നിങ്ങൾ സാക്കിർ ഉസ്താദാണ്. ഒരു കാര്യം പറയണേ എന്താണ്? പിന്നെ ആരോടും പറയത്തിട്ടല്ല, ആരോടും പറയില്ല. പിന്നെ എൻ്റെ ഭർത്താവിനെ നിങ്ങൾ അറിയോ? ഞങ്ങൾ അറിയും. നിങ്ങളെല്ലാ പരിപാടിക്കും വരലുണ്ടൊക്കെ നിങ്ങൾ അറിയുന്ന ആളാണ്. പള്ളിക്കൽ നിസ്കരിക്കാനൊക്കെ ഉണ്ടാവും, എല്ലാ കാര്യത്തിനും ഉണ്ടാവും കേട്ടോ. കാര്യം പറയാം, നിങ്ങൾ ആരോടും പറയോ? ഞാൻ പറയില്ല. എന്നാ പറയട്ടെ, എന്നാ പറഞ്ഞോ. എന്താ അറിയോ? മൂപ്പര് ഇന്നലെ അന്തിക്ക് കള്ളു കുടിച്ച് കാണ്ട ഉസ്താദെ വീട്ടിലേക്ക് വന്ന്. ഞാൻ അത് പറഞ്ഞപ്പോൾ കുറേ മുഖങ്ങൾ വാടി. എൻ്റെ വർത്താനം എങ്ങനെ ഉസ്താദ് അറിഞ്ഞ്?
നിങ്ങളെ മാത്രം വസ്താനല്ല, കുറേ ആൾക്കാരെ വർത്താനം. മദ്യപിക്കുക, ലഹരി ഉപയോഗിക്കുക എന്നത് ഒരു മുസൽമാനെ സംബന്ധിച്ച് എത്ര കടുത്ത പാപമാണോ, ആ ചിന്തയിൽ നിന്ന് സമൂഹം ഒരുപാട് മാറി സ്ട്രെസ് ഇല്ലാതാക്കാൻ, മനസ്സിൻ്റെ ഫീലിങ്ങുകൾ മാറ്റാൻ, ഇടങ്ങേറ് മാറ്റാൻ, പിന്നെന്തൊക്കെയാണ് പരമാവധി കാരണങ്ങൾ, ചിന്തകൾ മാറ്റാൻ, ബോസിനോടുള്ള ദേഷ്യം, അങ്ങനെ പല ജാതി. അവസാനം ചില ആൾക്കാർ പറയും മൂത്രച്ചൂട് മാറാൻ, അങ്ങനെ പല ചൂടുണ്ട്. അങ്ങനെ ഓരോ കാരണം പറഞ്ഞിട്ട് ലഹരിയിലേക്ക് പോയി. ഇത് പോകുമ്പോൾ ഈ സാധുക്കൾ എന്താ വിചാരിക്കാറിയോ, ഇത് അവസാനത്തെ വട്ടാണ്, ഒന്ന് കുടിച്ചോക്കട്ടെ, എങ്ങനെ ഉണ്ട് നോക്കട്ടെ, ഇനി എന്തായാലും ഉണ്ടാവില്ല, ഇത് അവസാനത്തതാണ് എന്ന് വിചാരിച്ചാൽ പോവാ. പക്ഷേ നമ്മുടെ പുതിയ കാലത്തെ ലഹരി ഉണ്ടല്ലോ, അങ്ങോട്ട് പോയാൽ പിന്നെ ഒഴുക്കിൽ പെട്ടമായിരിക്കാം, പിന്നെ ഇങ്ങോട്ട് പിടിച്ച് കയറാൻ പറ്റൂല, പിന്നെ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം കുടിച്ചു വന്നപ്പോൾ ഭാര്യ ചീത്ത പറഞ്ഞപ്പോൾ അവൾ ഇറങ്ങിപ്പോകാൻ നിന്നപ്പോൾ ഭാര്യൻ്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, നീയാണ് മക്കളാണ്, ഇനി ഞാൻ കുടിക്കൂല. 2 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും പറഞ്ഞു ഞാൻ മറന്നതാണ്. അങ്ങനെ ആവർത്തിക്കുക. പൊന്നാര സഹോദരിമാരെ, സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ഒരു മനുഷ്യൻ ഒരു പ്രാവശ്യം ലഹരി ഉപയോഗിച്ചാൽ തൗബ ചെയ്തിട്ടില്ലെങ്കിൽ, ആ ലഹരിയിൽ നിന്ന് മടങ്ങിയിട്ടില്ലെങ്കിൽ, അവന്റെ 40 ദിവസത്തെ നിസ്കാരങ്ങൾ അള്ളാഹുവിന് വേണ്ട. 40 ദിവസത്തെ നിസ്കാരം പറഞ്ഞാൽ 40 × 5 എത്രയും നേരങ്ങള് 200 നിസ്കാരമൊക്കെ നിസ്കരിക്കാനുള്ള പണിയത്രങ്ങൾ അത് പടച്ചോന് വേണ്ട. അപ്പം ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ, ഇങ്ങനെ ലഹരിക്ക് അടിപ്പെട്ട ചില ആൾക്കാരുണ്ടാകുമ്പോൾ ഭാര്യമാരും മക്കളും കുടുംബമൊക്കെ വല്ലാതെ നിർബന്ധിക്കുമ്പോൾ ആ ചെറുപ്പക്കാർ വിളിക്കും, ഉസ്താദേ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്, എനിക്കത് നിർത്താൻ പറ്റണില്ല, തെറ്റാന്ന് എനിക്കറിയാം, എൻ്റെ കുടുംബത്തിലെന്നും പ്രശ്നമാണ്, എൻ്റെ മക്കൾ വരെ എന്നെ ചീത്തറയിൽ തുടങ്ങി, ഭാര്യ വീട് വിട്ടുപോയി, എനിക്കിതൊന്ന് നിർത്തണം, എന്താ മാർഗം? 1 കൗൺസിലിങ്, 2 മരുന്ന് പലവിധമുണ്ട്, അലോപ്പതി ഉണ്ട്, ആയുർവേദം ഉണ്ട്, ആളറിഞ്ഞു കൊടുക്കുന്നതും ആളറിഞ്ഞു കൊടുക്കാത്തതുണ്ട്, അങ്ങനെ പല ജാതി മരുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഈ മരുന്നൊക്കെ നോക്കി കുറേ പൈസ ചെലവാക്കി 6 മാസം കഴിഞ്ഞിട്ട് വീണ്ടും തുണിയില്ലാതെ അങ്ങാടി കിടക്കണ്, പിന്നെയും കുടിച്ചിക്കണ്. എന്തേത്? ഇതിനൊന്നും ആ മനുഷ്യരെ നന്നാക്കാൻ പറ്റിയിട്ടില്ല. എന്നാൽ ഒരു നാട് മുഴുവനും ലഹരിയിൽ മുങ്ങിക്കിടക്കുന്ന കാലത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നാടിനെ മുഴുവനും ഒരൊറ്റ ദിവസം കൊണ്ട് മാറ്റിയെടുത്തത്. മദ്യം പൈശാചികമാണ്, അതൊഴിവാക്കണമെന്ന് അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ 1-ാമത്തെ ദിവസം കുടിച്ചുകൊണ്ടിരിക്കുന്നവൻ തുപ്പിക്കളഞ്ഞു, ഒഴിച്ചു കൊടുക്കുന്നവൻ പുറത്തേക്കൊഴിച്ചു, വലിയ വീപ്പകൾ റോഡിലേക്ക് ചെരിഞ്ഞു, റോഡിലൂടെ മദ്യത്തിൻ്റെ അരുവി ഒഴുകി. എന്തേത്? അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? ഒരു മനുഷ്യന്റെ ഉള്ളിൽ ആരാണ് ഇലാഹ്, ആരാണ് അല്ലാഹു, ആ അല്ലാഹുവും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണ്, ആ അള്ളാന്റെ അടുത്തേക്ക് ഞാൻ എങ്ങനെയാണ് ചെല്ലേണ്ടി വരിക, പിന്നെ പ്രത്യാഘാതങ്ങൾ എന്താണ്, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാൾക്ക് മനസ്സിലായാൽ വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ, ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നാളെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് എനിക്ക് ചെല്ലേണ്ടി വരും, ഞാൻ ഈ ചെയ്യുന്ന കാര്യത്തിന്, ഞാൻ ഈ പറയുന്ന കാര്യത്തിന്, ഞാൻ ഈ കാണുന്ന കാര്യത്തിന് എൻ്റെ റബ്ബിനോട് മുടിനാരിഴ കീറി ഞാൻ മറുപടി പറയേണ്ടി വരും എന്ന ബോധം ഒരു മനുഷ്യന്റെ മുമ്പിൽ ഉണ്ടാവുകയും ചീത്തയായ തെറ്റായ ആഗ്രഹങ്ങളിൽ നിന്ന് സ്വന്തം മനസ്സിനെ പിടിച്ചു നിർത്തുകയും ചെയ്യുന്നവനാരോ ഫൈനൽ ജന്നത ഹിയൽ മഅ്വ, അവന് കടന്നു ചെല്ലാനുള്ള സ്ഥലം അനശ്വരമായ വിലമതിക്കാനാവാത്ത സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്ക് എത്തണോ, പടച്ച റബ്ബിനെ പേടിക്കാൻ പറ്റണം. ആ പടച്ച റബ്ബിനെ പേടിക്കണോ, അവന് റബ്ബിനെ മനസ്സിലാക്കാൻ പറ്റണം. ആ മനസ്സിലാക്കാണ് കൂട്ടരെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾക്കറിയോ, ഒരു മനുഷ്യനെ തെറ്റിൽ നിന്ന് തടഞ്ഞു നിർത്താൻ ലാ ഇലാഹ ഇല്ലല്ലയോളം ഉപകാരപ്രദമായ വേറെ ഒന്നുമില്ല. അപ്പൊ നമ്മൾക്ക് ബാപ്പാനെ പേടിയാണ്, ഒരു തെറ്റ് ചെയ്യാണ്, പക്ഷെ ബാപ്പാനെ പേടിയാ. ബാപ്പ കാണാത്തോടത്തുനിന്ന് ചെയ്തൂടെ? ഉമ്മാനെ പേടിയാ, ഉമ്മ കാണാതിരിക്കുമ്പോ ചെയ്തൂടെ? ഭാര്യയെ പേടിയാ, ഭാര്യ അറിയാതെ ചെയ്തൂടെ? ഭർത്താവിനെ പേടിയാ, ഭർത്താവ് അറിയാതെ ചെയ്തൂടെ? നാട്ടുകാരെ പേടിയാ, മറുനാട്ടിൽ പോയിട്ട് ചെയ്തൂടെ? പക്ഷേ എനിക്ക് അല്ലാഹുവിനെ പേടിയാണെന്ന് ഒരു മനുഷ്യന്റെ മനസ്സു പറഞ്ഞാൽ പിന്നെ എവിടെ വെച്ചാണ് കൂട്ടരെ ആ റബ്ബിന്റെ കൺവട്ടത്തിൽ നിന്ന് മാറി എവിടെയാണ് നമുക്ക് ഒളിക്കാൻ പറ്റുക? അല്ലേ? നാളെ അല്ലാഹു മഹ്ശറയില് വിചാരണക്ക് വേണ്ടി കാത്തു നിൽക്കുമ്പോഴേ കത്തുന്ന സൂര്യന്റെ ചൂടില് ഉരുകി 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 നമ്മളെങ്ങനെ വിയർപ്പിൽ മുങ്ങി നിൽക്കുമ്പോഴേ
അള്ള വിളിക്കും ഇവിടെ വാ എന്ന് പറയും, ഇവിടെ വാ. എന്നിട്ട് അള്ളാന്റെ അർശിന്റെ അടുത്ത് തണല്, വെറും തണലല്ല, അള്ളാന്റെ അർശിന്റെ തണല്, അതൊരു വെറും തണലല്ല, അതൊരു അംഗീകാരമാണ്, അതൊരു സൂചനയാണ്. എൻ്റെ ജീവിതം രക്ഷപ്പെട്ടവന്റെ, അള്ളാഹു ഇഷ്ടപ്പെട്ടവന്റെ ജീവിതമാണെന്നതിൻ്റെ അടയാളമാണത്. എന്തൊരു സന്തോഷിക്കാല്ലേ. ഇപ്പൊ നമ്മളൊക്കെ ഇവിടെ ഈ ഗ്രൗണ്ടിൽ ഒരു അതിഥി വരുന്നുണ്ട്, വലിയ അതിഥിയാ, ലോക പ്രശസ്തനാ, എല്ലായിടത്തുനിന്നും ആൾക്കാർ കാണാൻ വന്നിക്കണ്. രാവിലെ 5 മണി മുതലേ വൈകുന്നേരം 4 മണിക്ക് വരുന്ന അതിഥിക്ക് വേണ്ടി 5 മണിക്ക് ഗ്രൗണ്ട് നിറഞ്ഞ്, പള്ളുരുത്തി നിറഞ്ഞ്, കൊച്ചി നിറഞ്ഞ്, ആളുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. നമ്മളിങ്ങനെ എണീറ്റ് പോയ സ്ഥലം പോകും. വെയിലത്ത് ഇങ്ങനെ ഉരുകി നിൽക്കുമ്പോഴാണ് സ്റ്റേജും ഒന്നൊരാൾ ഇങ്ങോട്ട് വരും, നമ്മളെ വിളിക്കുക. ഞാൻ തന്നെ എന്നെ ഇവിടെ വന്നിട്ട് എന്നാ അവിടെ ഇരുന്നോ, ഒരു കസാരിട്ട് ഈ AC ഇങ്ങനെ ഇരുത്തുമ്പോൾ നമ്മൾ ബാക്കിയുള്ളവരങ്ങനെ നോക്കൂല, ഇപ്പം എങ്ങനെയുണ്ട്, ഞാൻ ആരാണ് അല്ലേ, എന്താലേ. ഇത് അള്ളാണ് വിളിച്ചേ. അള്ള വിളിച്ചിട്ട് അർശിന്റെ തണല കൊടുക്കണേ. ആ ശീതളിമയില് അവനങ്ങനെ ജനകോടികള്, രാജാക്കന്മാർ, ചക്രവർത്തിമാർ, ആരൊക്കെയാ വെയിലത്ത് ഇറങ്ങള്, നമ്മളെ തല്ലിയവരും ചീത്ത പറഞ്ഞവരും ഓരൊക്കെ വെയിലത്ത്. അപ്പൊ നമ്മൾ തണലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അള്ളാഹുവിന്റെ അർശിന്റെ തണല് കിട്ടുന്ന 7 വിഭാഗം ആളുകളിൽ ഒരാൾ ആരാരങ്ങള്, ഒരു വിഭാഗം ആരാണ്? റജുലുൻ, ഒരു മനുഷ്യൻ, ഒരു പെണ്ണ് ആ ചെറുപ്പക്കാരനെ നിങ്ങൾ പെണ്ണുങ്ങളല്ലേ, നിങ്ങൾ തിരിച്ചാലോചിച്ചോളി. ഒരു പെണ്ണ്, ആ പെണ്ണിനെ ഒരു ചെറുപ്പക്കാരൻ വിളിക്കാൻ. ആരാ ചെറുപ്പക്കാരൻ? ഒരു തെണ്ടിയെന്നല്ല, മഹാമോശപ്പെട്ടവനല്ല, എല്ലാ തോന്നിയാസം ചെയ്യണവനല്ല, പിന്നെ നല്ല തറവാടിയായ, കുലീനനായ, നല്ല സുന്ദരനായ, എല്ലാമുള്ള, ആരും ആഗ്രഹിച്ചു പോകുന്ന അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരൻ. എല്ലാ സാഹചര്യങ്ങളും സേഫാണ്, ആരും കാണൂല, ആരും അറിയൂല, എല്ലാം ഭദ്രമാണ്. അങ്ങനെ ഒരു സമയത്ത് വിളിക്കുമ്പോൾ അയാളുടെ മറുപടി എന്താ അറിയാ? ഞാൻ വരൂല, ബാപ്പാനെ പേടിയാണ്, ഉമ്മാനെ പേടിയാണ്, നാട്ടുകാരെ പേടിയാണെന്നല്ല. അയാളുടെ മറുപടി എന്താ അറിയോ? inni akhafullah, എനിക്ക് അല്ലാഹനെ പേടിയാണ്, ഞാൻ വരൂല. അങ്ങനെ പറയാൻ എൻ്റെ പൊന്നാര സഹോദരിമാരെ, സഹോദരന്മാരെ, ഒരു തെറ്റ്. ബാങ്ക് മാനേജർ നമ്മളെ കുടുംബക്കാരനാ, മൂപ്പര് പറയണേ, ഈ ബേജാറാവണ്ട, എനിക്കൊരു 1 കോടി ഉറുപ്പ്യൻ്റെ ലോണ് ഞാൻ ശരിയാക്കി തരാം, അത് അടക്കൊന്നും വേണ്ട, അത് പിന്നെ നമുക്ക് എഴുതി തള്ള, ഈ എടുത്തോ എന്ന് പറയുമ്പോഴേ, വേണ്ട സാറേ, എനിക്ക് പടച്ചോനെ പേടിയാണ്, ഒരു വേണ്ടാത്തരത്തിന്റെ മുമ്പിൽ എനിക്ക് അള്ളാഹുവിനെ പേടിയാണ് എന്ന് പറയാൻ ഒരു മനുഷ്യന് കഴിഞ്ഞാൽ അവനാണ് അർശിന്റെ തണലെന്ന് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ പേടിക്കണമെങ്കിൽ നമ്മൾ അള്ളാഹനെ കണ്ടിട്ടില്ല, നമ്മൾ അള്ളാഹുവിന്റെ ശബ്ദം കേട്ടിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവും നമ്മളും തമ്മിലുള്ള ബന്ധം നമുക്ക് പഠിപ്പിച്ചു തന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹിൽ കൂടിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എൻ്റെ ജീവിതത്തിന് പരിപൂർണമായി സമർപ്പിക്കാനും, എൻ്റെ ജീവിതത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി എനിക്ക് മനസ്സറിഞ്ഞ് ചോദിക്കാനും, എൻ്റെ സങ്കടങ്ങളും പ്രയാസങ്ങളും കണ്ണീരോടുകൂടി സമർപ്പിച്ച് അതിന് പരിഹാരം നേടാനും എനിക്കെൻ്റെ റബ്ബ് മാത്രമേ ഉള്ളൂ. ഹസ്ബി അല്ലാഹ്, എനിക്കല്ല മതി എന്ന ആ ഉത്തരമുണ്ടല്ലോ, ആ ഉത്തരത്തിലേക്ക് ഒരു മനുഷ്യൻ എത്തിപ്പെടലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹിലൂടെ. അതുകൊണ്ടാണ് ഇസ്ലാമിക വിശ്വാസത്തിന്റെ അടിസ്ഥാനം ലാ ഇലാഹ ഇല്ലല്ലാഹി മാറിയത്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പ്രവാചകൻ മുആദ് ബിൻ ജബലിനെ പറഞ്ഞയക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മുആദിനോട് പറഞ്ഞത്, മുആദേ, നീ പോകുന്നത് ഇന്നക തഅതി ഖൗമൻ മിൻ അഹ്ലിൽ കിതാബ്, മുആദേ, നീ പോകുന്നത് വേദഗ്രന്ഥത്തിന്റെ ആളുകൾ, അവർക്ക് ഇസ്ലാം എന്താണെന്ന് അറിയില്ല, അവർ ജീവിക്കുന്ന നാട്ടിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് അവിടെ എത്തിയാൽ ഫദ്ഉഹും ഇലാ ഷഹാദതി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മുആദേ, നീ ആ നാട്ടിൽ ചെന്നാൽ ആ ജനങ്ങളോട് ആദ്യം നിസ്കരിക്കാനല്ല പറയേണ്ടത്, ആദ്യം സക്കാത്ത് കൊടുക്കാനല്ല പറയേണ്ടത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം.
അതവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ 5 നേരത്തെ നിസ്കാരം പറയണം. അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി പറയണം. അത് അംഗീകരിച്ചാൽ അവരെ മുസ്ലിങ്ങളായി പരിഗണിക്കണം. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ഇസ്ലാമിക വിശ്വാസത്തിന്റെ അടിസ്ഥാനം. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയിലാണ് ഈ വിശ്വാസത്തിന്റെ സാമ്രാജ്യം കെട്ടിപ്പണിതിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി ഇത്രമേൽ കഷ്ടപ്പെടുന്നത്. മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ പ്രബോധനത്തിന്റെ മുഴുവൻ ഭാഗവും ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി മാറ്റിവെക്കാൻ കാരണം എന്താണെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലെങ്കിൽ പിന്നെ ദീനില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലാത്ത പള്ളികൾ പള്ളികളല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലാത്ത നിസ്കാരങ്ങൾ നിസ്കാരങ്ങളല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലാത്ത ഹജ്ജ് ഹജ്ജല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലാത്ത മനുഷ്യൻ അവൻ മനുഷ്യനല്ല. കാരണം അല്ലാഹു തആല മനുഷ്യനെ ഭൂമിയിലേക്ക് അയച്ചത് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറപ്പിക്കുക. നമ്മുടെ മക്കൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് നന്നായി മനസ്സിലാക്കി കൊടുക്കുക. ഇപ്പൊ ചില ആൾക്കാരൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തെ വീണ്ടും പരിഹസിക്കുകയാണ്. എന്തു പറഞ്ഞാലും ജിന്ന് 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 ജിന്ന്. അതെന്താ ജിന്ന് വിട്ട് വേറെ പരിപാടിയില്ല? കൂട്ടരെ, നമുക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല, ആ സാധനത്തിന് ഇതുവരെ കണ്ടിട്ടില്ല, ഇനിയൊട്ട് കാണൂല്ല. പിന്നെ എന്തുകൊണ്ടാ പറയേണ്ടി വന്നതെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കിയ ഒരു സമൂഹത്തിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് കളങ്കമുണ്ടാകുന്ന രൂപത്തിൽ ജിന്നുമായി ബന്ധപ്പെട്ട ചില സങ്കല്പങ്ങൾ ചില ആളുകൾ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അത് ഒരു വലിയ ഭക്ഷണപാത്രത്തിലേക്ക് കൊടിയ വിഷത്തിന്റെ ഒരു തുള്ളി ഉറ്റിക്കും പോലെ ഭീകരമാണ് എന്ന് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കാൻ നമ്മളല്ലാതെ വേറെ ആരാ കൂട്ടരെ ഈ ലോകത്തുള്ളത്? അതുകൊണ്ട് ഇവിടെ കൂടിയ MGMന്റെ പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, ലാ ഇലാഹ ഇല്ലല്ലാഹയെ ജീവിതത്തിൽ നെഞ്ചോട് ചേർത്ത് പിടിക്കുക. പടച്ച റബ്ബിനോട് നെഞ്ചുരുകി തേടുക. അല്ലാഹുവേ, അവസാന സമയം എൻ്റെ നാവ് ചലിക്കുന്നത് ബാപ്പാനെ വിളിക്കാനോ ഉമ്മാനെ വിളിക്കാനോ മക്കളെ വിളിക്കാനോ അല്ല. എൻ്റെ നാവ് ചലിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ ഒരു വാക്കിനു വേണ്ടിയാവണം എന്ന് റബ്ബിനോട് നെഞ്ചുരുകി തേടാൻ നമ്മുടെ കുട്ടികൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആഴവും പരപ്പും പഠിപ്പിച്ചു കൊടുത്ത് വർത്തമാനകാല തിന്മയിൽ നിന്ന് അവരെ സംരക്ഷിക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കുക, അത് ജീവിതത്തിൽ പുലർത്തുക, അത് പ്രബോധനം ചെയ്യുക. ആ പ്രബോധനത്തിന്റെ വീതിയിലെ ഉശിരുള്ള പോരാളികളായി മാറുക. അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.